ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മോളിവുഡിൽ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളിൽ 100 കോടി ക്ലബിൽ കയറാൻ ചാൻസ് ഉള്ള 10 സിനിമയുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് അപ്കമിംഗ് ആയിട്ട് 1000 കോടി നേടാൻ ചാൻസ് ഉള്ള 10 സിനിമകളെ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതെല്ലാവരും കയറി കാണാം. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 10 വാഴ 2. വാഴ 2 ഒക്കെ 100 കോടി ക്ലബിൽ കയറുമെന്ന് ചോദിച്ചാൽ സാധാരണ ഇങ്ങനെയുള്ള സിനിമയ്ക്കൊന്നും 100 കോടി കിട്ടത്തേ ഇല്ല. അതിനോട് ലാലേട്ടനെ ദൃശ്യം 3 കൊണ്ട് ക്ലാഷും വെച്ചേക്കുന്നത്. എന്ന് ഇതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഞാൻ എന്തിനാ ഈ വാഴ 2 ലിസ്റ്റിൽ കൊണ്ടുവന്നെന്ന് വെച്ചാൽ സിനിമ സമ്മർ റിലീസ് ആയിട്ടാണ് തിയേറ്ററിൽ എത്തുന്നത്. സമ്മർ റിലീസ് എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഒരുപാട് കളക്ഷൻ കിട്ടുന്ന ടൈമാണ്. ദൃശ്യം 3 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമ വളരെ ചെറിയൊരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ സിനിമയ്ക്ക് ഫാൻ ബേസ് ഇല്ലെന്നല്ല, അത്യാവശ്യം സിനിമയ്ക്ക് ഫാൻ ബേസും ഉണ്ട്. സിനിമ സമ്മർ റിലീസ് ആയിട്ട് എത്തുന്നതുകൊണ്ടും സിനിമ ഫസ്റ്റ് പാർട്ടിനേക്കാൾ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ 100 കോടി ക്ലബിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഉൾപ്പെടുത്തിയത്, അതും 10ാം സ്ഥാനത്ത്. നമ്പർ 9 ഖലീഫ. നമ്മുടെ രാജുവേട്ടൻ നായകനെത്തുന്ന ഈ സിനിമ ഗ്യാങ്സ്റ്റർ ടച്ചിലാണ് സിനിമ വരുന്നത്. പോരാത്തതിന്റെ സിനിമയിലെ ലാലേട്ടനും. ഇത് എടുക്കേണ്ട രീതിയിൽ എടുത്ത് നല്ലൊരു ഗ്യാങ്സ്റ്റർ സിനിമയാണെങ്കിൽ സിനിമ 100 കോടി എന്തായാലും അടിച്ചിരിക്കും. നമ്പർ 8 കാട്ടാളൻ. സിനിമയുടെ ഒരു ട്രെയിലർ 1-2 മാസത്തിന് മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വെച്ചൊരു സിനിമയെ വിലയിരുത്താൻ പാടില്ല, എന്നാലും ആ ട്രെയിലർ കാണുമ്പോൾ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും 100 കോടി ക്ലബിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 3 സിനിമകൾ മാത്രമാണ് 100 കോടി ക്ലബിൽ കയറാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഇനി പറയാൻ പോകുന്ന 7 സിനിമകളും 100 കോടി തൂക്കിയിരിക്കും. 7 നമ്മുടെ ടൊവിനോയുടെ പള്ളിച്ചട്ടമ്പി. സിനിമ ഒരു വലിയ ക്യാൻവാസിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ടൊവിനോ ഈ സിനിമയിൽ ARMനേക്കാളും എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാൻ സിനിമയുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന്. ARM അതിന് 106 കോടിയോളമാണ് കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ARMനേക്കാളൊക്കെ വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമ ആയതുകൊണ്ടും പിന്നെ ടൊവിനോയുടെ കരിയറിൽ ഏറ്റവും എഫേർട്ട് ഇടുന്ന സിനിമ ആയതുകൊണ്ടും ഉറപ്പിച്ചു പറയാൻ സിനിമ 100 കോടി നേടിയിരിക്കും. 6 ഐ ആം ഗെയിം. നമ്മുടെ ദുൽഖർ സൽമാന്റെ ഗാങ്സ്റ്റർ സിനിമ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത് മുതൽ അന്യായ ഹൈപ്പാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഹൈപ്പിനത്തെ സിനിമ ഉണ്ടെങ്കിൽ 100 കോടി എന്തായാലും തൂക്കിയിരിക്കും. 5 കത്തനാർ. ഈ സിനിമ ടോപ്പ് 1 അല്ലെങ്കിൽ 2 വരേണ്ടതാണ്. പിന്നെ എന്തിനാ ഇതിനെ 5ാം സ്ഥാനത്ത് കൊണ്ട് വെച്ചെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റിലുള്ള മറ്റു സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത് ലേറ്റ് ആയിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമ 100 കോടിയുള്ള ലിസ്റ്റിലല്ല ചേർക്കേണ്ടത്. ഇതിന് മിനിമം കളക്ഷൻ 200 കോടിയെങ്കിലും കളക്ട് ചെയ്തിരിക്കും. നമ്പർ 4 പാർട്ട് 8. ആ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിലും ക്ഷമിക്കണം, ഒത്തിരി വട്ടം ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. ഇതൊരു സൈഫൈ ത്രില്ലർ സിനിമയാണ്. ഇത്തരം സിനിമകൾക്കാണെങ്കിൽ ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. ഈ കാരണം കൊണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും പിന്നെ മറ്റ് ലീഡ് ആക്ടേഴ്സും ഉള്ളതുകൊണ്ട് സിനിമ പുഷ്പം പോലെ 100 കോടി നേടിയിരിക്കും. നമ്പർ 3 ആട് 3. നമ്മുടെ ഷാജി പാപ്പനെയും പിള്ളേരുടെയും 3ാം വരവ്. ഇതിന്റെ ടൈം ട്രാവലിനെയൊക്കെ വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതാണെങ്കിൽ മേലെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആട് സീരീസ് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് 1-2 എണ്ണന്മാർ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ വരും. അമാരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. അമാരത്ത് പോകാൻ പറ. ആടിന്റെ സീരീസിന് ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. സിനിമ ടോക്സിക്കിന്റെയും ദുരന്തന്റെയും കൂടാണ് ഇറങ്ങുന്നത്. എന്നാലും പാപ്പനും പിള്ളേരും 100 കോടി സിനിമയ്ക്ക് കളക്ട് ചെയ്ത് കൊടുത്തിരിക്കും. 2 ദൃശ്യം 3. ദൃശ്യം 3ക്ക് എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരണ്ടാലും. പോരാത്തിന് ലാലേട്ടന്റെ സിനിമയും. ഇതിന് ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും ത്രില്ലടിപ്പിച്ച് നിർത്തിയ സിനിമകളായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ദൃശ്യം 3യും സിമ്പിൾ ആയിട്ട് 100 കോടി തൂക്കിയിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. നമ്പർ 1 ലോക ചാപ്റ്റർ 2. നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് 300 കോടി അടിച്ച സിനിമയുടെ സെക്കൻഡ് പാർട്ട്. ലോക ചാപ്റ്റർ 2 ഇറങ്ങുമ്പോൾ 100 കോടിയൊന്നും അല്ല, നീലിയെ തളച്ചിട്ട് അതിന്റെ കളക്ഷൻ എന്തായാലും ബ്രേക്ക് ചെയ്തിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. എന്റെ മറ്റുള്ള വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വീഡിയോക്ക് എന്തൊക്കെ കുഴപ്പമുള്ളതായിട്ട് തോന്നാം. ഞാൻ അധികം എഫേർട്ട് എടുക്കാതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആരും തെറിയൊന്നും വിളിക്കാൻ വരരുത്. ഈ വീഡിയോയിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് അറിയാം, എന്നോട് ക്ഷമിക്കാം. ഓക്കെ, ഈ വീഡിയോ ഒരു 8 മിനിറ്റെങ്കിലും ആക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.